വെള്ളരിക്ക കൊണ്ടൊരു കിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഒരു വെള്ളരിക്കയുടെ പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ആദ്യം. അതിനായി സൈഡ് ഒരു പീലർ വെച്ച് പീൽ ചെയ്യും. തൊലിയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പീസാക്കി മുറിച്ചെടുക്കാം. നാലായിട്ട് മുറിച്ചെടുക്കാം. ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞെടുക്കാം. എല്ലാ പീസും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. കുരു കളഞ്ഞെടുക്കാം. എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. ചെറിയ പീസായി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ പീസാക്കി എടുക്കാം. എല്ലാം പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലെടുത്ത് വേവിക്കാം. വെള്ളരിക്ക എല്ലാം കട്ട് ചെയ്ത് പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടി മറ്റാവശ്യമുള്ള സാധനങ്ങൾ: തൈര്. ഇത് കുറച്ച് തൈര് തേങ്ങയുടെ കൂടെ അരയ്ക്കാനുള്ളതാണ്. ഇത് നമുക്ക് തേങ്ങ അരച്ച ശേഷം ചേർക്കാനുള്ളതാണ്. ഉപ്പ്, വെളിച്ചെണ്ണ, കടുക്, 1/4 കപ്പ് തേങ്ങ തിരുമ്മി വെച്ചിരിക്കുന്നു. താളിക്കാനായി കറിവേപ്പില, 2 വറ്റൽമുളക്, കടുക് നമുക്ക് അല്ലാതെ ചതച്ചെടുക്കാനും വേണം. പിന്നെ തേങ്ങ അരയ്ക്കുമ്പോൾ ചേർക്കാനായി 3 പച്ചമുളക്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാൻ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു പാത്രം എടുത്ത് അതിലേക്ക് അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെള്ളരിക്ക ചേർക്കാം. അതിലേക്ക് ഈ സ്പൂണിന് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം അടച്ചു വയ്ക്കുക. സ്റ്റൗ കത്തിച്ച് നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നേരം വേവിക്കാം. വെള്ളരിക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായി മിക്സിയുടെ വലിയ ജാർ എടുത്ത് അതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചേർക്കാം. 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് തൈര്,
എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒന്ന് ചതച്ചെടുക്കാം. ചെറിയ ജാർ എടുത്ത് ചതച്ചെടുക്കാം, ക്രഷ് ചെയ്തെടുക്കാം. പാത്രം തുറന്ന് നോക്കാം. വെള്ളരിക്കയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ച് അരപ്പ് ചേർക്കാം. വെള്ളം ഒന്ന് വറ്റാനായി നമുക്ക് തുറന്ന് വെച്ച് ഒരു മിനിറ്റ് ഒന്ന് വെള്ളം വറ്റിക്കാം. വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഈ അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് ബാക്കി തൈരും കൂടെ ചേർക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറിയ ഫ്ലെയിമിലാക്കി നന്നായി മിക്സ് ചെയ്യാം. ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കിയ ശേഷം ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഒരു ചെറിയ തിള വരുന്നവരെ നന്നായി മിക്സ് ചെയ്യാം. ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ്. ഈ സമയം ചതച്ച് വെച്ചിരിക്കുന്ന കടുകും ഇതോടൊപ്പം ചേർക്കാം. അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാവട്ടെ. കടുക് വറുക്കുന്ന സമയം കൂടെ നമുക്ക് ഈ വെള്ളരിക്ക പച്ചടി ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇതൊന്നൊന്ന് കുറുകട്ടെ. നമുക്ക് കടുക് വറുത്ത് ചേർക്കാം. 1/4 ടീസ്പൂൺ കടുക്, കഴിയുമ്പോൾ 2 ചുമന്ന മുളക്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ നമുക്ക് പാത്രത്തിലേക്ക് ചേർത്ത് ഒരു 5 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം. പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. പച്ചടിയെല്ലാം നല്ല കുറുകിയിട്ടുണ്ട്. നമുക്ക് ഈ സമയം ഇതൊന്ന് ഇളക്കാം. വെള്ളരിക്ക കിച്ചടി റെഡി. എൻ്റെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.